ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിൽ മാത്രമാണ് ശ്രീകുമാർ പ്രതിയായിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസം ആകുന്നതിന് മുൻപാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം KP ശങ്കർദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. വീൽ ചെയറിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ഒരു കേസിൽ മാത്രമാണ്, ദ്വാരപാലക ശില്പക്കേസിൽ കേസിൽ മാത്രമാണ് നിലവിൽ പ്രതിയായിട്ടുള്ളത്. ആ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നിലവിൽ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയും, ഈ കേസുകൾ പുറത്തിറങ്ങാൻ കഴിയും. ഇനി എന്തായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കങ്ങളെന്നറിയണം. എന്താണ് ശ്രീകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യം? തീർച്ചയായും ടോം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനാണ് ഇന്ന് ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റിലായി 43-ാം ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ ഇയാൾ 6ാം പ്രതിയാണ് എസ് ശ്രീകുമാർ. അപ്പോൾ ഈ മുരാരി ബാബു മാറിയതിനു ശേഷം തൊട്ടു പിന്നാലെയായിരുന്നു ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയെടുത്തത്. അപ്പോൾ ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു എസ് ശ്രീകുമാർ നിയമനം നടത്തിയതായി കോടതിയിൽ വാദിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് താൻ പ്രവർത്തിച്ചത് എന്നും അതുപോലെ തന്നെ ചില രേഖകളിൽ ഒപ്പിടേണ്ടി വന്നു എന്നും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല, താൻ അറിഞ്ഞിരുന്നില്ല എന്നതൊക്കെയാണ് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇത് നിരീക്ഷിച്ച കോടതി ശ്രീകുമാറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ കേസിൽ രണ്ടാമതായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന വ്യക്തി കൂടിയാണ് ശ്രീകുമാർ. ആദ്യം ജാമ്യം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ കട്ടളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തന്നെയാണ്. പിന്നാലെയാണ് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യമായിരുന്നു. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം കോടതി നൽകുകയായിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ KP ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കർദാസ്. ഇന്ന് ശങ്കർദാസിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. കനത്ത പോലീസ് സുരക്ഷയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഈ ശ്രീകുമാറിന് ദ്വാരപാലക കേസ് മാത്രമേ നിലവിലുള്ളൂ കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇതോടൊപ്പം കേസിലെ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.